ഒരു ഐഫോൺ 17 വാങ്ങാൻ എത്ര സാലറി വേണം? നമുക്ക് എല്ലാവർക്കും ഐഫോൺ മേടിക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഐഫോൺ 17 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് മുതൽ അത് ആദ്യം സ്വന്തമാക്കാനായിട്ട് ആളുകളുടെ ബഹളമാണ്. സോഷ്യൽ മീഡിയയിൽ ഈ ഐഫോൺ 17 സ്വന്തമാക്കാനായിട്ട് ആപ്പിൾ ഷോറൂമിന്റെ മുന്നിലുള്ള അടിപിടിയും തിക്കും തിരക്കും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതവിടെ നിന്ന് മറക്കാനും സാധ്യതയില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് ഐഫോൺ 17 ആർക്കാണ് സ്വന്തമാക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഐഫോൺ ഒരെണ്ണം കൈ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാവും. നമ്മുടെ സാമ്പത്തികം ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചാടേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഐഫോൺ 17 ഇന്ത്യയിലെ തുടക്ക വില നമുക്ക് ആദ്യം നോക്കാം. ഏകദേശം 83,000 രൂപയാണ് ഇതിന്റെ ബേസ് മോഡലിന്റെ വില എന്ന് പറയുന്നത്. പല പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധരുടെയും അഭിപ്രായ പ്രകാരം നിങ്ങളുടെ ഫോണിന്റെ വില നിങ്ങളുടെ വാർഷിക സാലറിയുടെ 10% താഴെ ആയിരിക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് 70,000 രൂപയോളം മാസം സാലറി ഉള്ളവർക്കാണ് ഒരു പുതിയ ഐഫോൺ 17 സീരീസ് അല്ലെങ്കിൽ ഐഫോൺ 17 സീരീസ് ബേസ് മോഡൽ ഫോൺ വാങ്ങാൻ കഴിയുക എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഐഫോൺ 17 പ്രോ മാക്സ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ഇരട്ടിയോളം ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ശതമാനം സാലറി വേണം, അല്ലെങ്കിൽ എത്ര സാലറി വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു സംശയം വരും. നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരുടെയും കയ്യിലും ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡലുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം വളരെ സിമ്പിളാണ്. കാരണം എന്താ, ആപ്പിൾ ഇന്ത്യയിൽ 1 കോടി ഐഫോണുകളാണ് കഴിഞ്ഞ വർഷം വിറ്റത്. ഇതിൽ 70% EMI-ലാണ്. നിങ്ങൾ ആലോചിക്കും, 30% മാത്രമാണ് കറക്റ്റ് ഫുൾ പേയ്മെന്റ് കൊടുത്തെടുത്തത്. ബാക്കി 70% എന്തിലാണ് വാങ്ങിച്ചേക്കുന്നത്? EMI-ലാണ് വാങ്ങിച്ചേക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഭൂരിഭാഗം ഐഫോൺ വാങ്ങുന്നവരും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണിക്കാനും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടെന്നും നമ്മൾ സമ്പന്നരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ് ഇത് വാങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും EMI ഫോൺ വാങ്ങി. മാത്രമല്ല, നമുക്ക് അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. ഇപ്പൊ നമ്മൾ കടകളിൽ പോയി കഴിഞ്ഞാൽ ബജാജ് EMI നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് അല്ലേ? നമ്മുടെ സാലറി കുറവാണെങ്കിൽ പോലും എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഇന്ന് സുലഭമായിട്ട് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടും നമ്മൾ എല്ലാവരും ചാടി കയറി ഐഫോണുകൾ വാങ്ങാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാലറി എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫോൺ പോലും സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഫോണുകളും മറ്റ് ഗാഡ്ജറ്റുകളും നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ച് കാലത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഐഫോൺ 17 ഇറങ്ങി, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഐഫോൺ 18, അപ്പോൾ മറ്റേതിന്റെ കഴിഞ്ഞു, ഇനി അടുത്ത 18 വരും, പിന്നെ 19 വരും. അത് അങ്ങനെയാണ് പോകും. നമുക്കറിയാം ഐഫോൺ 30, 40, 50 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ആ നിലയ്ക്ക് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മുടെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അടുത്തേക്ക് നമ്മൾ പൊക്കോണ്ടേയിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഗാഡ്ജറ്റ് വാങ്ങാൻ നിങ്ങൾ ഇതിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ശീലം തുറന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫോണുകളിലും മറ്റ് ഗാഡ്ജറ്റുകളിലും നിങ്ങളുടെ സമ്പാദ്യം ചിലവഴിക്കാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഐഫോൺ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇപ്പം വേറൊരു കാര്യമുണ്ട് അവിടെ. ഇപ്പം നമുക്ക് ഐഫോൺ വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പം നിങ്ങളൊരു വീഡിയോഗ്രാഫറാണ് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഐഫോൺ കൊണ്ട് കൃത്യമായിട്ട് ഉപയോഗമുണ്ട്, നിങ്ങൾക്ക് ഇപ്പുറ സൈഡ് ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ EMI എടുത്താൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ആ ഫോണിന് വലിയ ഉപയോഗമൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ നിങ്ങൾ ഐഫോൺ എടുക്കുകയും നിങ്ങളുടെ ഈ പറഞ്ഞ രീതിയിൽ സാലറി വളരെ കുറവാകും. നിങ്ങൾ ഒരു മാസം ഒരു 30,000 അല്ലെങ്കിൽ 25,000 ഒക്കെ സാലറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഐഫോൺ എടുക്കുന്നത് വളരെ ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫോൺ എടുക്കുമ്പോൾ പോലും, നിങ്ങളൊരു ഗാഡ്ജറ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ സാലറിയും നിങ്ങളുടെ വരുമാനവും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് അത്രയും ബാധ്യത കുറയും, നിങ്ങൾ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളുടെ സാലറി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഏത് ഫോൺ ആയിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുക? നിങ്ങൾക്ക് ഐഫോൺ വാങ്ങിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫോൺ ആയിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുക എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ്, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. കാരണം ഫ്രീ ആയിട്ട് കുറേ കണ്ടന്റുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.